നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോന്റെ അസുഖം ഭേദാവോ? ഭേദമാകും. സിദ്ധാർത്ഥന്റെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി അവനെ നിങ്ങളുടെ പഴയ സിദ്ധാർത്ഥനാക്കി മാറ്റി ഏൽപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകും. ഈ 2 ദിവസവും മരുന്ന് കൊടുക്കാനും പറ്റിയിട്ടില്ല. കുട്ടന് എന്ത് പറ്റുമാവോ? ഒരു ഊഹവും കിട്ടുന്നില്ല. മോള് വിഷമിക്കണ്ട. അവിടെ അയാളുടെ കുടുംബ സുഹൃത്തായ ഒരു മനോരോഗ വിദഗ്ധ വന്നിട്ടുണ്ട്. അവരാ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചികിത്സ കൊണ്ട് കുട്ടന്റെ അസുഖം മാറ്റിയെടുക്കാമെന്ന അവരുടെ പ്രതീക്ഷ. കുട്ടന്റെ അസുഖം മാറാൻ വേണ്ടി അവർ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. നടക്കട്ടെ. പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാകാൻ വേണ്ടി മോളും പ്രാർത്ഥിക്കണം. ഇത്തിരി തിരക്കുണ്ട്. വിളിക്കാവേ. ശരി. സിദ്ധാർത്ഥനെ ആ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നതിന് മുൻപ്, കൊല്ലാനായി അവർ പിന്തുടർന്ന് വരുന്നതിന് മുൻപ് സിദ്ധാർത്ഥൻ എവിടെയായിരുന്നു? പറയൂ സിദ്ധാർത്ഥൻ. സിദ്ധാർത്ഥൻ ആ ആക്സിഡന്റിന് മുൻപ് സിദ്ധാർത്ഥ എവിടെയായിരുന്നു? സിദ്ധാർത്ഥൻ എവിടെ നിന്ന് വരുമ്പോഴ് അവർ സിദ്ധാർത്ഥനെ ഫോളോ ചെയ്തത്? ഓഫീസിലായിരുന്നു. സിദ്ധാർത്ഥന്റെ ഓഫീസിൽ? അതെ. അവിടെ സിദ്ധാർത്ഥൻ എന്ത് ചെയ്യായിരുന്നു? സിദ്ധു, 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 റിലാക്സ്, റിലാക്സ്. വേക്കപ്പ് സിദ്ധാർത്ഥ്, വേക്കപ്പ്, വേക്കപ്പ്. 3, 2, 1. Wake up. സിദ്ധാർത്ഥ്, റിലാക്സ്, റിലാക്സ്. സിദ്ധു കിടന്നോളൂ. സിദ്ധു കിടന്നു. നിങ്ങളാരാ? പറയാം. സിദ്ധു കിടന്നു. അപ്പു. എന്താ മാഡം? സിദ്ധുവിനെ നോക്കിക്കോളൂ. സിദ്ധുവിന് എന്താ വേണ്ടെന്ന് വെച്ചാ അത് ചെയ്തു കൊടുക്ക. ശരി മാഡം. ശരി. ഞാൻ സിദ്ധാർത്ഥനെ ഹിപ്നോട്ടൈസ് ചെയ്തു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ. എന്നിട്ട് സിദ്ധു വല്ലതും പറഞ്ഞോ? ചില കാര്യങ്ങൾ പറഞ്ഞു. സിദ്ധാർത്ഥന് സംഭവിച്ച ആക്സിഡന്റ് അത് വെറുതെ സംഭവിച്ചതായിരുന്നില്ലേ? ആരോ സിദ്ധാർത്ഥനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈശ്വരാ. അവരിൽ നിന്നും കാറിൽ രക്ഷപ്പെടാനുള്ള സിദ്ധാർത്ഥന്റെ ശ്രമത്തിനിടെയാണ് നിയന്ത്രണം തെറ്റി സിദ്ധാർത്ഥന് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അതിവേഗതയിൽ വരികയായിരുന്ന സിദ്ധാർത്ഥന്റെ കാറിന്റെ മുന്നിലേക്ക് പെട്ടെന്നൊരാൾ എടുത്തു ചാടിയതുകൊണ്ടാണ് അപകടം ഉണ്ടായത്. ആക്സിഡന്റിൽ അയാൾക്കും ഗുരുതരമായ അവസ്ഥയുണ്ടായിട്ടുണ്ട്. സിദ്ധാർത്ഥ് പറഞ്ഞതിന് ഞാൻ മനസ്സിലാക്കിയത് അയാളുടെ ജീവന് തന്നെ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞാ ഞങ്ങൾക്കറിയില്ലായിരുന്നു. സിദ്ധാർത്ഥൻ ആരാ ശത്രുക്കള്? അതും അവനെ കൊല്ലാൻ രക്ഷവെച്ചവരെന്ന് പറയുമ്പോ? അല്ല, അവനെ കൊല്ലാൻ ശ്രമിച്ചത് ആരാന്ന് വല്ലതും അവൻ പറഞ്ഞോ? ഇല്ല, ഈ സിറ്റിംഗിൽ സിദ്ധു അത് പറഞ്ഞിട്ടില്ല. പക്ഷേ അടുത്ത സിറ്റിംഗിൽ അതവൻ പറയും. അത് ആരാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു. അല്ല, സിദ്ധാർത്ഥന്റെ അസുഖം ഭേദമായാല് അവനെ ഈ നിലയ്ക്ക് ആക്കിയവര് ആരാണെന്ന് അവൻ പറയൂല്ലോ അല്ലേ? അതെ.
എന്റെ മോന്റെ അസുഖം ഭേദാവോ? ഭേദമാകും. സിദ്ധാർത്ഥന്റെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി അവനെ നിങ്ങളുടെ പഴയ സിദ്ധാർത്ഥനാക്കി മാറ്റി ഏൽപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകും. ഈശ്വരാ, നീ എവിടെ പോവാ? ഇവിടെ ഇരുന്നാ എന്റെ സ്ട്രെസ് കൂടും. അതുകൊണ്ട് ഞാൻ ഓഫീസിലേക്ക് പോവാ. ഇവള് ഓഫീസിലേക്ക് തന്നെയാണോ പോകുന്നത്? അതോ ഓഫീസിന്റെ പേരും പറഞ്ഞ് ഋഷിയെ കാണാൻ പോവാണോ? അതൊന്നും അറിയണമല്ലോ അമ്മേ. നീ പറഞ്ഞത് ശരിയാ. ഇവളെവിടെ പോവാണെന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. ഇവളെ ഋഷിയെ കണ്ട മിക്കവാറും എല്ലാം അവതാളത്തിലാവും. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമേ. ചെല്ലേ. ഇവിടെ എടുക്കത്ത്. ഹലോ ഹലോ ഗോപിക, കോള് കട്ട് ചെയ്യരുത്. എനിക്ക് കുറച്ച് സംസാരിക്കണം. വേണ്ട, എനിക്കൊന്നും കേൾക്കാനില്ല, ഒന്നും പറയാനുമില്ല. ഗോപിക പ്ലീസ്. ഋഷിയോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം അവസാനിപ്പിച്ചെന്ന്. ആ പറഞ്ഞത് തന്നെയാ. നന്നായി ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ആ തീരുമാനം എടുത്തത്. ഇനി അതിന് മാറ്റം ഉണ്ടാവില്ല. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് ഗോപിയോട് സംസാരിക്കണം. വേണ്ട ഗോപികയെ എനിക്കൊരു 2 മിനിറ്റ് സംസാരിച്ചാ മതി. വേണ്ട, അത് പറഞ്ഞില്ലേ. എടോ, ഞാനൊരു 2 മിനിറ്റ് അല്ലേ ചോദിക്കുന്നുള്ളൂ. അതൊന്നും വേണ്ട, ശരിയാവില്ല. ഗോപിക പ്ലീസ്. ഗോപിക, ഞാൻ ഒരിക്കലും പുറകെ വരില്ല, ഒന്നിനും വരില്ല. ഇത് അവസാനമായിട്ടാ. 2 മിനിറ്റ് പ്ലീസ്. ഞാൻ തന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്. തന്റെ കാല് പിടിക്കാം പ്ലീസ്. അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഗോപിക. പ്ലീസ്, ദയവ് ചെയ്തൊന്ന് കേക്ക് പ്ലീസ്. ഗോപിക, എവിടെ വെച്ചാ സംസാരിക്കണ്ടേ? താൻ കോൾ കട്ടി. കോൾ കട്ട് ചെയ്യാനോ? ഹലോ ഹലോ ഋഷി, ഹലോ ഹലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.